ദേവദാസൻ ഫാദർ ജോസഫ് പഞ്ഞിക്കാരനെ ധന്യപദവിയിലേക്ക് ഉയർത്തി ലിയോ 14 പാപ്പ. മെഡിക്കൽ സിസ്റ്റേഴ്സ് ഓഫ് സെന്റ് ജോസഫ് സന്യാസിനി സമൂഹത്തിന്റെ സ്ഥാപകനായ ദേവദാസൻ ഫാദർ ജോസഫ് പഞ്ഞിക്കാരനെയാണ് ധന്യപദവിയിലേക്ക് ഉയർത്തിയത്. അദ്ദേഹത്തിന്റെ വീരോചിതമായ ജീവിത മൂല്യങ്ങളെ വത്തിക്കാൻ ഔദ്യോഗികമായി അംഗീകരിച്ചു. ഡിക്കാസ്ട്രിയുടെ പ്രീഫെക്ട് കർദിനാൾ മാർസെല്ലോ സെമരാരോയുമായുള്ള കർദിനാൾ സമിതിയുടെ യോഗത്തിലാണ് ഈ തീരുമാനം. പരേതനായ ചാക്കോ പഞ്ഞിക്കാരന്റെയും മറിയം കണിച്ചാട്ടിന്റെയും മകനായി 1888 സെപ്റ്റംബർ 10 ചേർത്തലയിലെ ഉഴുവയിൽ അദ്ദേഹം ജനിച്ചത്. 1918 ഡിസംബർ 21 വൈദികനായ അഭിഷിക്തനായ അദ്ദേഹം 1949 നവംബർ 4 നിത്യസമ്മാനത്തിനായി വിളിക്കപ്പെട്ടു. രോഗിയുടെ മുറി ഒരു ദേവാലയവും ഓരോ കട്ടിലും ഒരു അൾത്താരയാണെന്നതായിരുന്നു അദ്ദേഹത്തിന്റെ ദർശനം. പാവപ്പെട്ടവർക്കും രോഗികൾക്കും വേണ്ടി ജീവിതം മാറ്റിവെച്ച അദ്ദേഹം ആരോഗ്യ ശുശ്രൂഷയെ ഒരു ദൈവവിളിയായി കണ്ടു. മാർത്തോമ നസ്രാണികൾക്കിടയിലെ ആദ്യത്തെ MA ബിരുദധാരിയും ചരിത്രകാരൻ, പത്രപ്രവർത്തകൻ, പ്രഭാഷകൻ എന്നീ നിലകളിൽ മികച്ച പ്രവർത്തനം കാഴ്ചവെച്ചു. അറിവിലും പദവിയിലും മുന്നിലായിരുന്നിട്ടും സഭയുടെ അധികാരികളോട് പൂർണ്ണമായി അനുസരണവും ദൈവഹിതത്തോടുള്ള അചഞ്ചലമായ വിശ്വാസവും അദ്ദേഹം പുലർത്തി. ദളിത് പിന്നോക്ക വിഭാഗങ്ങളുടെ പുരോഗതിക്കായി സാധുജന സംഘം പോലുള്ള സംഘടനകളിലൂടെ പ്രവർത്തിച്ചു. 1921 മുതൽ മരണം വരെ എറണാകുളം അതിരൂപതയിൽ വിശ്വാസ പ്രചാരണ ഡയറക്ടറായി സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. ഈ കാലയളവിൽ അദ്ദേഹം തത്വചിന്ത, ദൈവശാസ്ത്രം, കാനൻ നിയമം എന്നിവയിൽ ഡോക്ടറേറ്റ് ബിരുദം നേടി. 1944 അദ്ദേഹം സ്ഥാപിച്ച മെഡിക്കൽ സിസ്റ്റേഴ്സ് ഓഫ് സെന്റ് ജോസഫ് ഇന്ന് ലോകമെമ്പാടും രോഗി ശുശ്രൂഷ രംഗത്ത് സജീവമാണ്. 2010 ജൂലൈ 18 പഞ്ഞിക്കാരനച്ഛനെ ദേവദാസനായി പ്രഖ്യാപിച്ച് രൂപതാതല പഠനങ്ങൾ ആരംഭിച്ചിരുന്നു. ധന്യം പദവിയിലേക്ക് ഉയർത്തപ്പെട്ടതോടെ അദ്ദേഹത്തെ വിശുദ്ധനായി പ്രഖ്യാപിക്കുന്നതിനുള്ള നാമകരണ നടപടികളുടെ അടുത്ത ഘട്ടം ആരംഭിച്ചു. ഇനി അദ്ദേഹത്തിന്റെ മധ്യസ്ഥതയിൽ നടന്ന ഒരു അത്ഭുതം കൂടി വത്തിക്കാൻ അംഗീകരിച്ചാൽ അദ്ദേഹത്തെ വാഴ്ത്തപ്പെട്ടവനായി പ്രഖ്യാപിക്കും. പുണ്യചരിതാഞങ്ങളും നിറപ്പൂക്കളേന്തിയണഞ്ഞിടാം നീ ധന്യമാക്കിയ ജീവിതം കണ്ടു മോദം വാഴ്ത്തിടാം.